ഹലോ, വെൽക്കം ടു നിഷാസ് ഡ്രീംസ്. കഴിഞ്ഞ വീഡിയോയിൽ ഭയങ്കര തിരക്ക് പിടിച്ച് എൻ്റെ കൂടെ വരാതിരുന്ന ഒരു മുരളീകൃഷ്ണനെ കണ്ടല്ലേ. ഇത് അതിൻ്റെ നെക്സ്റ്റ് ഡേ തന്നെയാണ് കേട്ടോ. അതൊരു ഫ്രൈഡേ ആയിരുന്നു, ഇതൊരു സാറ്റർഡേ ആണ്. അപ്പം ഇന്ന് എൻ്റെ കൂടെ വരാം എന്ന് സമ്മതിച്ച് ഞാൻ പിടിച്ചോണ്ട് പോവാണ് കറങ്ങാൻ. എനിക്ക് ഞാൻ മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ ഒക്കെ ഞാൻ ഭയങ്കര ബിസിയാണ്. അപ്പം ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ ഉള്ളൂ എനിക്ക് കുറച്ച് ഫ്രീ ആയിട്ടുള്ള ദിവസം. അപ്പം ആ ദിവസങ്ങൾ എനിക്ക് വെറുതെ ഇരുന്നാൽ ഇങ്ങനെ പിരിവിരിപ്പ് ആകെ പ്രശ്നങ്ങൾ. അപ്പം എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് വെച്ചാൽ എനിക്ക് ഞാൻ ആ ബിസി ആയിട്ടുള്ള ദിവസങ്ങൾ ഞാനിങ്ങനെ ഫുൾ ഡാൻസ് ക്ലാസ്, ലൈബ്രറി, പിന്നെ ആ സമയങ്ങളിലാണ് ഞാൻ എഡിറ്റ് ചെയ്യുന്നത്, കുക്കിങ് എല്ലാം ചെയ്തുകൊണ്ടിരിക്കും. അപ്പം ബാക്കി ദിവസങ്ങളിൽ ഞാൻ ഇങ്ങനെ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ശ്രമിക്കും. ഫ്രൈഡേ എഡിറ്റ് ചെയ്യാറുണ്ട്, പക്ഷേ ഫ്രൈഡേ ഇന്നലെ എനിക്ക് എഡിറ്റ് ചെയ്യാൻ ഒട്ടും മൂഡില്ലായിരുന്നു, എഡിറ്റ് ചെയ്യാൻ ഒട്ടും തോന്നിയുമില്ല. അതുകൊണ്ടാണ് ഞാൻ എങ്ങോട്ടേക്കും ഇറങ്ങി പോയത്. അപ്പോൾ നമ്മുടെ വീട്ടിലെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ, ഞാൻ ബിസി ആകുമ്പം ഇദ്ദേഹത്തിന് ഒരു പണിയില്ല, ഇദ്ദേഹം ബിസി ആകുമ്പോ എനിക്കൊരു പണിയില്ല. എന്ത് ചെയ്യും? ഒറ്റയ്ക്ക് പോയേ പറ്റത്തുള്ളൂ. അതെ, ഇന്നലെ ഒറ്റയ്ക്ക് പോയി ശീലിച്ചത് ഞാൻ തിരിച്ചു വന്നപ്പോ പറഞ്ഞു. ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, രണ്ടുപേർക്കും മ്യൂച്വൽ ഇന്റർഫിയറൻസ് ഇല്ല. നമുക്ക് എനിക്ക് എന്റെ കാര്യങ്ങൾ ചെയ്യാൻ സമയം കിട്ടും, തന്നെ പോയിട്ട് ഇത് ചെയ്യാം. ഞാൻ ഈ ഒത്തിരി ഇങ്ങനെ രാവിലെ മുതൽ വൈകുന്നേരം വരെ കറങ്ങുന്നതൊക്കെ എനിക്ക് എൻ്റെ ഒരു ക്യാരക്ടറിന് അത് ഇത്തിരി ഒരു പ്രയാസമുള്ള ഒരു കാര്യമാണ്. എന്നാലും ഇപ്പൊ ഞാനത് ചെറുതായിട്ടൊക്കെ ശീലിച്ച് വരുന്നുണ്ട്, കുഴപ്പമില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ചിലപ്പോ ഈ നമ്മുടെ ഒരു മൂഡ് ഡിപ്പെൻഡൻസി ഇതിൻ്റെ അകത്ത് വരാറുണ്ടില്ല ഒന്നും പറയുന്നില്ല. അപ്പൊ നമ്മളിങ്ങനെ ഇപ്പൊ രാവിലെ എവിടെ പോകുന്നു? ഇപ്പൊ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വൃന്ദാവൻ പോകുന്നു. വൃന്ദാവൻ അല്ല സോറി, ഗോകുൽ ഊട്ടപുരയിൽ പോകുന്നെന്ന് അറിഞ്ഞൂടാ, ബോധം പോയതാണ്. ഗോകുൽ ഊട്ടപുരയിൽ പോകുന്നു. മണി 10 പക്ഷെ നമ്മൾ 8:45 ഇറങ്ങണം എന്ന് വിചാരിച്ചിരുന്നു. 9:30 ഇറങ്ങിയത്. ഞാൻ ലേറ്റായി. പിന്നെ മുരളിയുടെ ആസ് യൂഷ്വൽ ഫുൾ ടൈം ഇങ്ങനെ ഫോണിലിരിക്കും. അതുകൊണ്ട് എനിക്ക് വീട്ടിൽ ഇരിക്കാൻ വയ്യാത്ത, ഫുൾ ടൈം ഫോൺ. ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചില്ലേ, ചായ കുടിക്കാൻ കുറച്ചു നേരം പിടിച്ചോണ്ട് പോയതാണ്. ഫോൺ കഴിച്ചിട്ട് ഞാൻ എന്നിട്ട് ഇന്നലെ സത്യയുടെ അവിടെ നിന്ന് ആലോചിച്ച്, മുരളിയുടെയൊക്കെ ആ ബിഗ് ബോസിൽ കൊണ്ടിട്ടാലോ 100 ദിവസം ഫോണില്ലാതെ എന്താകുന്നു. അത് കഴിഞ്ഞ് വരുമ്പോ മുരളിയുടെ ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നു. അതിന്റെ അകത്ത് നമ്മള് ബിഗ് ബോസിലാകുമ്പോ ഫോഴ്സ് ടു ഇടുവാണ്. മറ്റേതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യങ്ങൾക്ക് നമുക്ക് ഒന്നും ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. ഫോണില്ലാതൊരു ജീവിതമില്ല മുരളിയുടെ. അങ്ങനല്ല, അത് ഫോണിന്റെ ആവശ്യം ഉണ്ടെങ്കിൽ ഫോൺ ചെയ്യാതെ. എന്റെയൊക്കെ ആണെങ്കിൽ ജോലിയേ മൊബൈലിലാണ്, എന്നിട്ട് ഞാൻ ഫോൺ യൂസ് ചെയ്യാറില്ല. കഴിഞ്ഞാല് എനിക്ക് ഫോണില് ഒരുപാട് കാര്യങ്ങള് ചെയ്യേണ്ടതായിട്ടുള്ള, ഞാൻ ഇവിടത്തെ മാനേജ്മെന്റ് കമ്മിറ്റിയിലുണ്ട്, പല കാര്യങ്ങളിലും ഞാനുണ്ട്. പിന്നെ എനിക്ക് സ്ഥലം റിലേറ്റഡ് കുറച്ച് കോളുകൾ വരും. അപ്പൊ അതൊന്നും എനിക്ക് അറ്റൻഡ് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. എനിക്കാണെങ്കിൽ 24 മണിക്കൂറും ഫോൺ നോക്കുന്നതും ഫോൺ പിടിക്കുന്നതും കാണുമ്പോഴേ ഇറിറ്റേറ്റ്. ഞാനൊരു ഫോൺ പേഴ്സൺ അല്ലാത്തോണ്ടായിരിക്കും. ഞാനും ഒരു വാട്സാപ്പിന്റെ ആളെ അല്ലായിരുന്നു. പക്ഷെ ഇപ്പൊ ഈ ഞങ്ങളുടെ അവിടെ 7 ടവറുണ്ട്. 7 ടവറും ഒരു MC ഗ്രൂപ്പ് ഉണ്ട്. ഇങ്ങനെ പല എസ്റ്റേറ്റ് ഓഫീസിന്റെ ഒരു ഗ്രൂപ്പ് ഉണ്ട്. ഇതിൻ്റെ അകത്തൊക്കെ എൻ്റെ ഫീൽഡ്, അതായത് എനിക്ക് അസൈൻ ചെയ്തിരിക്കുന്ന ഫീൽഡ് റിലേറ്റഡ് മെസ്സേജ് വരുമ്പോൾ എനിക്ക് റെസ്പോണ്ട് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. എന്നാലും ഞാൻ കഴിവതും ഇപ്പൊ നന്നായിട്ട് കുറച്ചിട്ടുണ്ട്. പക്ഷെ ഫോണുകൾ അറ്റൻഡ് ചെയ്യുന്ന മൾട്ടിപ്പിൾ കാര്യങ്ങളുണ്ട്. ഫോണിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, ഇന്ന് നമ്മളെ ഒരു സബ്സ്ക്രൈബറിനെ മീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവർക്ക് മെസ്സേജ് അയച്ചില്ല എത്ര മണിക്ക് മീറ്റ് ചെയ്യാന്ന്. ഫോണിന്റെ കാര്യം ഇന്നലെ പറഞ്ഞതാണ്. പറഞ്ഞു സമയമുണ്ടല്ലോ. ഞാൻ ഈ ഫോൺ നോക്കാത്തത് കൊണ്ട് തന്നെയാണ്. പുള്ളിക്കാരി ഒരു US വരുന്നത് കുറെ നാളായിട്ട് എനിക്ക് ഇങ്ങനെ ഇമെയിൽ അയക്കുകയാണ്. നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ അയക്കുന്ന മെസ്സേജിനൊക്കെ ഞാൻ വളരെ ലേറ്റ് ആയിട്ട് മറുപടി, പക്ഷെ യൂട്യൂബിൽ വരുന്ന കമന്റ്സിന് ഞാൻ എപ്പോഴും റിപ്ലൈ പ്രോംപ്റ്റ് ആയിട്ട് തരുന്നുണ്ട്. അത് ഞാൻ നോക്കുന്ന റിപ്ലൈ തരാറുണ്ടല്ലോ, അതിന് ഞാൻ ഗുഡ് ഗേൾ ആണ്. അത് ഇൻസ്റ്റാഗ്രാമിലൊക്കെ വളരെ സ്ലോ ആയിട്ട് റിപ്ലൈ തരുന്നത് അതുകൊണ്ടാണ്. ഞാൻ വളരെ പുറകിലോട്ടാണ് മെസ്സേജ് നോക്കുന്നത്, കാരണം ഫോൺ യൂസേജ് വളരെ കുറവാണ് എനിക്ക്. പിന്നെ അപ്പം പുള്ളിക്കാരി കുറേ നാളായിട്ട് മെയിൽ അയക്കുകയാണ്.
കാണണം, നാട്ടിൽ വരുമ്പോൾ കാണണം. ട്രിവാൻഡ്രത്താണ് വീട്. അപ്പോൾ 2 ദിവസത്തേക്ക് എറണാകുളത്ത് വരുന്നുണ്ട്, ഒന്ന് കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ശരി, അത്ര ഇതായിട്ട് ചോദിച്ചുകൊണ്ട് ഞാൻ കാണാമെന്ന് പറഞ്ഞിട്ട് ഇന്നപ്പം പുള്ളിക്കാരി ഒന്ന് മീറ്റ് ചെയ്യണം. എത്ര മണിക്ക് മീറ്റ് ചെയ്യാമെന്ന് ഞാൻ മെസ്സേജ് അയക്കാം. ഇന്ന് നമ്മൾ കറങ്ങാൻ പോകുന്നതിൻ്റെ ഇടയ്ക്ക് മീറ്റ് ചെയ്യാമെന്ന് പ്ലാൻ ചെയ്ത മെസ്സേജ് അയക്കാം. പ്ലാൻഡ് ഷെഡ്യൂളാണ് ഇന്നത്തെ. മെസ്സേജ് അയക്കട്ടെ, പുള്ളിക്കാരിക്ക് മറന്നുപോയി അയക്കാം. ഇപ്പം അയക്കാം. എന്നിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സ്ഥലത്ത് വെച്ച് കാണാം. ഞാനൊരു മസാല ദോശയും മുല്ലേട്ടൻ ഇഡ്ഡലിയാണ് ഓർഡർ ചെയ്തത്. പക്ഷേ മുല്ലേട്ടൻ്റെ കൈ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ മസാല ദോശയിലോട്ട് ഇങ്ങനെ വരുന്നുണ്ടായിരുന്നേ. മുല്ലേട്ടന് മസാല വലിയ ഇഷ്ടമല്ല, കണ്ടല്ലോ ഇടയ്ക്കിടയ്ക്ക് കൈ വരുന്നത്. എന്നാലും ചമ്മന്തി മസാലയൊക്കെ ടേസ്റ്റ് ചെയ്യണം. പിന്നെ ദോശ മുല്ലേട്ടൻ്റെ ഫേവറേറ്റ് സാധനമാണ്. എന്നാലും രാവിലെ മസാലയും ദോശയും വേണ്ടാന്ന് പറഞ്ഞിട്ട് ഇഡ്ഡലി വലിയ സ്റ്റൈൽ കാണിച്ച് ഓർഡർ ചെയ്തതാണ് കേട്ടോ. ഞാൻ കുറേ നാളായി മസാല ദോശ കഴിക്കാൻ ഇങ്ങനെ കൊതി വന്നിരിക്കുകയാണ്. പക്ഷേ എന്നാലും എനിക്ക് റെസ്റ്റോറൻറ്റിൽ അവിടെ പോകുമ്പോഴത്തേക്കും പൂരി ഓർഡർ ചെയ്യാൻ ഒരു ടെംപ്റ്റേഷൻ വരും. അതുകൊണ്ട് ഞാൻ മസാല ദോശ കുറേ നാളായി ഓർഡർ ചെയ്യാതിരിക്കുമായിരുന്നേ. അങ്ങനെ ഇന്ന് 2 കൽപ്പിച്ചങ്ങ് മസാല ദോശ ഓർഡർ ചെയ്ത്. കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ആയിരുന്നു. പക്ഷേ ഇവിടുത്തെ സാധാരണ എനിക്ക് ആര്യാസിലെ സാമ്പാറും ചട്നിയാണ് കുറച്ചുകൂടെ ടേസ്റ്റ്. ഇപ്പം ഞങ്ങൾ നമ്മുടെ തേജസ്വിനി വാവയ്ക്ക്, മീനാക്ഷി കുട്ടിയുടെ തേജസ്വിനി വാവയ്ക്ക്, ഇവിടെ വാവയുടെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ്. വാവയ്ക്കൊരു ബർത്ത്ഡേ ഗിഫ്റ്റ്, വാവയുടെ ഫസ്റ്റ് ബർത്ത്ഡേ വരുവാണ് നെക്സ്റ്റ് വീക്ക്. അപ്പോൾ വാവയുടെ ബർത്ത്ഡേ ഗിഫ്റ്റ് മേടിക്കാനായിട്ട് കയറുവാണ്. അപ്പോൾ ബർത്ത്ഡേ ഗിഫ്റ്റ് മേടിക്കുന്ന ഞാൻ വീഡിയോ എടുക്കുന്നില്ല, കാരണം ഞാൻ ചിലപ്പോൾ ബർത്ത്ഡേക്ക് മുമ്പായി വീഡിയോ പോസ്റ്റ് ചെയ്യുന്നിരിക്കാം. പിന്നെ അത് രസമില്ലല്ലോ. അപ്പം സസ്പെൻസിലിരിക്കട്ടെ, അത് ഞാൻ കാണിച്ച സുഖമില്ല. അപ്പം ഗിഫ്റ്റ് മേടിച്ചിട്ട് തിരിച്ചിറങ്ങിയിട്ട് നമുക്ക് കാണാം. വാവയ്ക്ക് ഞങ്ങൾ നല്ലൊരു ഗിഫ്റ്റ് മേടിച്ചു. മനസ്സിന് തൃപ്തികരമായ ഒരു ഗിഫ്റ്റ് കേട്ടോ. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. മുല്ലേനെ ഇഷ്ടപ്പെട്ട് ഇരിക്കുന്നല്ല, മുല്ലേട്ടനെ നന്നായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ഗിഫ്റ്റ് മേടിക്കാൻ പറഞ്ഞു. എനിക്ക് ഇഷ്ടപ്പെടാണ്ട് അതെ, മുല്ലേട്ടനാണ് മേടിക്കാൻ. ഒരാളൊരു സാധനം ഒന്നും പറഞ്ഞോണ്ട് പോയി. അപ്പൊ അവര് വേറൊന്ന് സജസ്റ്റ് ചെയ്തു. അപ്പൊ എനിക്കത് നന്നാന്ന് തോന്നി. എന്നാലും കുറെ നേരം ഇങ്ങനെ ആലോചിച്ചോണ്ടിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞു മേടിച്ചു. നല്ല സംഭവം. അതെ, മുല്ലേട്ടൻ നന്നായിട്ട് അക്സെപ്റ്റ് ചെയ്തു. മുല്ലേട്ടൻ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ 2 പേർക്കും സാറ്റിസ്ഫാക്ഷൻ തന്ന് നല്ലൊരു ഗിഫ്റ്റ്. വാവയ്ക്ക് ഇഷ്ടപ്പെടുന്ന പറയാൻ പറ്റില്ല, വാവയ്ക്കൊന്നും അറിയാൻ പറ്റൂല. വാവയുടെ അമ്മയ്ക്ക് അച്ഛൻ പിന്നെ അതിലൊന്നും ഇടപെടാറില്ല. വാവയുടെ അമ്മയ്ക്ക് ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു. ഇനിയും വാവയുടെ ബർത്ത്ഡേ ഫംഗ്ഷന് പോകാനുള്ള ഡ്രസ്സൊക്കെ ഞാൻ എടുത്തു കേട്ടോ. ഇന്നലെ മേടിച്ച കമ്മലൊക്കെ അതിനിടാൻ വേണ്ടിയിട്ടായിരുന്നു. ഒരു ഗൗണാണ് ഞാൻ ഇടാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇപ്പം ഞങ്ങൾ പോകുന്നത് പനമ്പള്ളി നഗറിൽ ഒരു ഹാപ്പി സ്റ്റോർ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നമ്മുടെ ഒരു ഫേമസ് വ്ളോഗറാണ് ഒരു ഹാപ്പി ഫാമിലി എന്ന് പറഞ്ഞിട്ട്, അവരുടെ ഒരു ഷോപ്പാണ് ഒരു ഹാപ്പി സ്റ്റോർ എന്ന് പറഞ്ഞിട്ട്. അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ ഇനിയും കടയ്ക്കകത്ത് ഞാൻ മുരളിയേട്ടൻ വീഡിയോ എടുത്തു തരുന്നതനുസരിച്ച് നമുക്ക് നോക്കാം. ഞാൻ അവിടെ നിന്നൊന്നും മേടിക്കാൻ പ്ലാൻ ചെയ്തിട്ടില്ല എന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം പോയി കുറെ സാധനങ്ങളൊക്കെ മേടിച്ച് കൂട്ടി തരണം. പക്ഷെ എനിക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെട്ടാൽ ഞാൻ മേടിച്ചെന്നിരിക്കും. ഞാൻ മുൻകൂറായി പറയുകയാണ്. അവിടെ ചെന്ന് ഇല്ല, കാര്യമില്ല. മുന്നേടെ മേടിച്ചിട്ടുള്ളത് എനിക്കറിയാം. പക്ഷെ എനിക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെട്ടാൽ എന്റെ ലോല മനസ്സ് ചാഞ്ചാടും. ഇത് ഞാൻ മനസ്സിലാക്കുന്നത് മേടിക്കുകയും ചെയ്യും, കുറച്ച് കഴിയുമ്പോൾ കരയും. എന്റെ പൈസയൊക്കെ തീർന്നു പോയി മുരളിയേട്ടാന്ന് പറഞ്ഞ് ഞാൻ കരയും. കാരണം ഞാനിങ്ങനെ ഒരു മാസം കുറച്ച് എമൗണ്ട് എനിക്ക് ഷോപ്പിംഗ് എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ അത് എത്ര ഞാൻ പറയുന്നില്ല, ഞാൻ തീരുമാനിച്ചു വെക്കും. പക്ഷെ എനിക്ക് വിഷമം വരുമ്പോൾ ഷോപ്പിംഗ് നടത്തി അതിലും കൂടുതലൊക്കെ തീർക്കും. 365 ദിവസം എന്നെ കമന്റ് ചെയ്താലും ചീത്ത പറയരുത് കേട്ടിട്ട്. അത് ഓരോരുത്തരുടെ മനസ്സിന്റെ വിഷമം അനുസരിച്ച് തീർക്കുന്നതാണ്. അപ്പൊ നമ്മള് പനമ്പള്ളി നഗർ എത്തിയില്ലേ? ഓക്കെ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ ഒരു ഹാപ്പി സ്റ്റോറിൽ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ഉദ്ദേശിച്ച് അങ്ങനെ ഒന്നും പർച്ചേസ് ചെയ്യണം ഉദ്ദേശിച്ച് പോയതല്ല. അപ്പോൾ വെറുതെ അവിടെ ചെന്നപ്പോൾ അങ്ങനെ ഇതൊക്കെ നോക്കി. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ലുലുവിൽ പോയപ്പോൾ ഒരു സിൽവർ കമ്മൽ എടുത്തായിരുന്നല്ലോ, കഴിഞ്ഞ വീഡിയോയിൽ കണ്ടല്ലോ. അപ്പോൾ അതിന് ചേരുന്ന ഒരു സിൽവർ വള അല്ലെങ്കിൽ ബ്രേസ്ലെറ്റ് ഉണ്ടെങ്കിൽ എടുക്കാമെന്ന് ഉദ്ദേശിച്ചു. അപ്പം ആദ്യം ഇതേപോലെ ഒരു സിൽവർ ഒരു വള പോലത്തെ ഒരു സാധനം ചെറുത് കണ്ടു. വലുതുണ്ടോ എന്ന് ചോദിച്ചപ്പം ആദ്യം ഇല്ലയെന്നാണ് പറഞ്ഞത്. അപ്പം ഇത് ഒരെണ്ണം എടുത്തായിരുന്നേ.
കുറച്ച് കഴിഞ്ഞപ്പോൾ പക്ഷെ അപ്പുറത്തോളം കണ്ടായിരുന്നു കേട്ടോ. ഇത് മാറ്റിയിട്ട് ഞാൻ അത് എടുത്തായിരുന്നു. പിന്നെ ഇത് ഹോം മെയ്ഡ് ഇങ്ങനെ പിക്കിൾസ്, ഇതിങ്ങനെ ലേഡി ഓൺടർപ്രിനേഴ്സ് ഒക്കെ അത് പലതും പല ബ്രാൻഡാണ്. അപ്പം അങ്ങനത്തെ ഓൾ ഇൻ വൺ അങ്ങനത്തെ ഒരു ഇപ്പം അങ്ങനത്തെ കുറേ ഷോപ്സ് ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ടല്ലോ, പല ബ്രാൻഡുകൾ, വൺ ഷോപ്പ് ഫോർ ഓൾ എന്നും പറഞ്ഞ് പല ബ്രാൻഡുകൾ ഒരു ഷോപ്പിനകത്ത്. അപ്പം ഞാൻ ഫസ്റ്റ് ടൈമാണ് അങ്ങനത്തെ ഒരു ഷോപ്പിനകത്ത് കയറുന്നത്. അപ്പം മുരളിയുടെ എന്നോട് ആദ്യം നീ ഇഷ്ടമുണ്ടെങ്കിൽ നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട്, അല്ല ഇഷ്ടമുണ്ടെങ്കിൽ എടുത്തോ എന്നൊക്കെ പറഞ്ഞിട്ട്, അതാണ് ഞാനിങ്ങനെ പല ഇങ്ങനെ വർത്താനം പറയുന്നത് കേട്ടോ. എന്നോട് എടുത്തു എന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ട് ഈ ബാഗൊക്കെ പറഞ്ഞെടുപ്പിച്ച് ഞാൻ അവസാനം ഈ ബ്രൗൺ ബാഗ് എടുത്തു കേട്ടോ. അവസാനം ബില്ല് ചെയ്യാൻ നേരത്ത് നീ പൈസ കൊടുത്തോ എന്ന് പറഞ്ഞ് അങ്ങനെ എന്നെ പറഞ്ഞു പറ്റിച്ച് ഇവിടുന്ന് എടുത്തോ എന്ന് പറഞ്ഞിട്ട് അവസാനം പേയ്മെൻറ്റ് ചെയ്യാൻ നേരത്ത് നീ തന്നെ കൊടുത്തോ എന്ന് പറഞ്ഞ് അവസാനം വെറുതെ എൻ്റെ കുറേ പൈസ ചിലവായത് മിച്ചം. ഞാൻ ഈ ബ്രേസ്ലെറ്റാണ് ഞാൻ അത് മാറ്റിയിട്ട് ഈ ബ്രേസ്ലെറ്റ് അല്ല, ഇതൊരു വള മോഡൽ സംഭവം. ഇത് നമ്മുടെ ഒരു സബ്സ്ക്രൈബറാണ് കേട്ടോ. ഒരു ഹാപ്പി സ്റ്റോറിൽ നിന്ന് ഇറങ്ങി കുഞ്ഞ് ഷോപ്പിംഗ് നടത്തി. ഞാൻ അങ്ങനെ വലിയ പ്ലാൻ ഇല്ലായിരുന്നു. ഷോപ്പും കുഞ്ഞതാണ്, കുഞ്ഞൊന്നും അത്യാവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്തൊരു അവര് പല സ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടുവച്ചിരിക്കുന്ന, തായ്ലാൻഡിൽ നിന്നും ഇന്തോനേഷ്യയിൽ നിന്നൊക്കെ കൊണ്ടുവച്ചിരിക്കുന്ന കുറച്ച് സാധനങ്ങൾ, പിന്നെ എന്താ പറയാ ലോക്കൽ ഓണ്ടർപ്രണേഴ്സ്, ലേഡീസിനെ സപ്പോർട്ട് ചെയ്യാനാണ് കേട്ടോ. ഓണ്ടർപ്രണേഴ്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് ഹോം ഐറ്റം അല്ല, എന്താ പറയാ ഹോം മെയ്ഡ് പിക്കിള്, പിന്നെ കുറച്ച് ബാഗുകൾ. ഇങ്ങനത്തെ ബാഗ് ഞാൻ പറഞ്ഞ തെറ്റാണ്, ഹാൻഡ് മെയ്ഡ് അല്ലായിരുന്നു. ആ സ്റ്റാഫ് പറഞ്ഞു ബാലിന്ന് ഉള്ള ബാഗാണ് കേട്ടോ ഞാൻ മേടിച്ചത്. ബാലി ബാഗാണ്. കുറച്ച് ഐറ്റംസ് ഉണ്ട് അവിടെ. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് നമ്മുടെ OHFന്റെ മെയിൻ ആളായ മിസ്റ്റർ ദിലു അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പരിചയപ്പെട്ടില്ല കാരണം പുള്ളി ഭയങ്കര തിരക്കിലായിരുന്നു. ബില്ലിന്റെയും ഡീറ്റെയിൽ എടുപ്പും സ്റ്റാഫിനെയൊക്കെ ചാടിക്കുമായിരുന്നു. അപ്പൊ എനിക്ക് പരിചയപ്പെടാൻ തോന്നിയില്ല. ചാടിക്കുക എന്നുള്ളതല്ല, എനിക്കത് കസ്റ്റമേഴ്സിന്റെ മുമ്പിൽ വെച്ചിട്ട് നമ്മള് അങ്ങനെ എന്താ പറയാ ഒരു ഷോപ്പ് റിലേറ്റഡ് അങ്ങനെ ചെയ്യുമോന്ന് എനിക്കറിയില്ല. അപ്പൊ എനിക്ക് അതുകൊണ്ട് അതിന്റെ ഇടയിൽ പോയി പരിചയപ്പെടാൻ തോന്നിയില്ല. പുള്ളി ഇന്നലത്തെ ബില്ലിന്റെ ഡെസ്പറേറ്റ് സിറ്റുവേഷനിലായിരുന്നു. പുള്ളി അതിന്റെ ഒരു തിരക്കിലായിരുന്നു. പുള്ളിയെ ഞാനല്ല പരിചയപ്പെടേണ്ടത്, ബ്ലോഗർ വേണം പരിചയപ്പെടാൻ. ഞാൻ ഇതിന്റെ ഇടയിൽ ഒരു സബ് കോൺട്രാക്ട്, അങ്ങനെ ആരും ചെറുതും വലുതൊന്നുമല്ല. അതെല്ലാം നമ്മളുടെ കോൺഫിഡൻസ്. നമ്മള് ചെയ്യുന്ന എന്താണെന്ന് നമുക്ക് ബോധ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ആരും വലുതും ചെറുതൊന്നുമല്ല. അത്ര എനിക്ക് പറയാനുള്ളൂ. പുള്ളിയൊക്കെ വലിയ സെലിബ്രിറ്റി കാറ്റഗറി അല്ലേ? സെലിബ്രിറ്റി ആയതുകൊണ്ട് ഒരു മനുഷ്യനാണല്ലോ. മനുഷ്യൻ എന്ന് പറയുമ്പം മനുഷ്യൻ വേറൊരു മനുഷ്യൻ, അതെ പുള്ളി ഒരു മനുഷ്യൻ, നമ്മളൊരു മനുഷ്യൻ. പുള്ളി ഇങ്ങനെ അവിടെ എല്ലാരും ചാടിച്ചോണ്ടിരുന്നോണ്ട് എനിക്കൊരു ചാടിച്ചൊന്നുമില്ല. പുള്ളി ബില്ലെവിടെ അതെവിടെ, അതെനിക്കൊരു കസ്റ്റമർ അങ്ങനെ നിൽക്കുമ്പോൾ അത് ചെയ്യണമായിരുന്നോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പൊ നിങ്ങൾക്ക് അറിയാലോ, ഞാൻ പൊതുവെ ഒരു പേടിച്ചറിന്റെ കൂട്ടത്തിലാണ്. എനിക്ക് അപ്പൊ ആ സിറ്റുവേഷനിൽ പോയി പരിചയപ്പെടാനുള്ള തോന്നിയില്ല. നിഷാസ് ഡ്രീംസിന്റെ നിഷ ദിലുവിനെ കണ്ടു പേടിച്ചു പോയി എന്നാണ് പറയുന്നത്. അതെ, പിന്നെ നിങ്ങൾക്ക് അറിയാം, ഞാൻ ഹാപ്പി ആയത് എന്റെ നിഷ സ്പൈസസിന്റെ വരെ ഒരു സബ്സ്ക്രൈബർ ഉണ്ടായിരുന്നു. പുള്ളിക്കാരി എന്റെ ഫോട്ടോയും വീഡിയോ എന്റെ കൂടെ സെൽഫി എടുക്കട്ടെ എന്നൊക്കെ ചോദിച്ചപ്പോ ഞാനങ്ങ് പൊങ്ങിപ്പോയി. കടയുടെ സ്റ്റാഫ് ആയിരുന്നു. കടയിലെ സ്റ്റാഫ് ഞാൻ കയറി വന്നിട്ട് തന്നെ, നമ്മള് കയറി വന്ന് ജസ്റ്റ് ഒന്ന് കവർ ചെയ്യാൻ തുടങ്ങിയപ്പോ തന്നെ അവിടെ വേറൊരു സ്റ്റാഫിന്റെ അടുത്ത് പറയുന്നത് നിഷാസ് ഡ്രീംസിന്റെ ആളാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞു, നിന്നെ അറിയാവുന്ന ആരാണെന്ന് പറഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ കുട്ടി വന്നിട്ട് പറഞ്ഞു ഇതേപോലെ. ഇതായിരുന്നു ഹസീന എന്നാണ് ആ സ്റ്റാഫിന്റെ പേര്. അപ്പൊ ഇങ്ങനെ പറഞ്ഞായിരുന്നു. അവരൊന്ന് ചോദിച്ചു, ഇപ്പൊ നിഷ സ്പൈസസിലൊന്നും ഇടുന്നില്ല എന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഇങ്ങനെ മാഡത്തിന് സന്തോഷം കൊണ്ട് ഇങ്ങനെ ചെറിയ ചിരിയോ എന്തൊക്കെയോ ഇങ്ങനെ വന്നു. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. ഒരു കൊച്ച് നല്ല വലിയ കുഴപ്പമില്ലാത്തൊരു കട. അത്യാവശ്യം എക്സ്പെൻസീവ് അല്ല, അധികം എക്സ്പെൻസീവ് അല്ല സാധനങ്ങൾ. അതാണ് അവിടുത്തെ ഹൈലൈറ്റ്. സാധനങ്ങൾ നല്ല സെലക്ഷൻ ഉണ്ട്, അത്യാവശ്യം കുഴപ്പമില്ല. സെലക്ഷൻ ഉണ്ട്, ഞാനൊരു സിൽവർ ബ്രേസ്ലെറ്റ്, ഞാൻ ആദ്യം കാണിച്ച ബ്രേസ്ലെറ്റ് അല്ല കേട്ടോ എടുത്ത്. കുറച്ച് കഴിഞ്ഞ് മുള്ളിയുടെ അത് വീഡിയോ എടുത്തായിരുന്നല്ലോ അല്ലേ? രണ്ടാമത്തെ അത് എടുത്തു. ആദ്യത്തെ ഞാൻ മാറ്റി വെച്ച്, രണ്ടെണ്ണം എടുത്തില്ല. ആദ്യത്തെ തിരിച്ചു കൊടുത്തേ, രണ്ടെണ്ണം എടുത്തും തെറ്റിദ്ധരിക്കരുത്. ഇപ്പം നമ്മള് പനങ്ങാട് ഏതൊക്കെയോ ആദ്യം കുറച്ച് ഒരു ഗ്രാമാന്തര പ്രദേശങ്ങളിലൂടെയൊക്കെ പൊക്കോണ്ടിരുന്നു.
ഇപ്പം മുരളിയേട്ടൻ ഏതോ കോളനിക്കകത്തൊക്കെ കയറിയതുപോലെ ഉണ്ട്. ഹൗസിംഗ് കോളനിക്കകത്തോട്ട് പ്രവേശിച്ചൊരു ഫീല്. വഴി തെറ്റിയിട്ടില്ലല്ലോ അല്ലേ? നമ്മൾ ലഞ്ച് കഴിക്കാനായിട്ട് പോവാണ്. കഫേ ഉട്ടോപ്പിയ ആണ് ഞാൻ കണ്ടുപിടിച്ചത് ലഞ്ച് കഴിക്കാനായിട്ട്. ഫസ്റ്റ് ടൈം ആണേ പോകുന്നത്. അതെ കഫേ ഉട്ടോപ്പിയ ബോർഡ് കണ്ടോ? കണ്ടോ ബോർഡ് കണ്ടോ? ഗാണ്ടിയിലാന്ന് പറഞ്ഞ് കുറെ നേരമായിട്ട് എന്നെ ചീത്ത പറയുന്നുണ്ട്. എവിടെ സ്ഥലം, അവിടെ സ്ഥലം, അതേ പാർക്കിംഗ്. അപ്പുറത്ത് വെള്ളം കാണുന്നു, ഒരു പാർക്കിംഗ് ചേട്ടൻ വരുന്നു. എന്തൊക്കെയോ പറയുന്നുണ്ട് പാർക്കിംഗ് ചേട്ടൻ. ഇല്ലേ ഉണ്ട്, ഇവിടെ പാർക്ക് ചെയ്യാനാ പറഞ്ഞത്. അതെ പാർക്കിംഗ് സ്ഥലമൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഇവിടെ പാർക്ക് ചെയ്തിട്ട് നമുക്ക് പോവാം. ഇത് പറയാനുണ്ടോ? പറയാനില്ല. ഇല്ല. ഈ ആൾക്കാർക്ക് കഫേ തുടങ്ങുമ്പോഴേ എന്തെങ്കിലും ഈ വഴിയൊക്കെ ഉള്ള സ്ഥലത്ത് തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ, വഴി ഉള്ളോണ്ടല്ലേ നമ്മളിവിടെ എത്തിയത്. വഴി ഇല്ലെങ്കിൽ നമ്മളെങ്ങനെ പറന്നാണോ ഒന്ന്? മുരളിയേട്ടൻ നാടൻ ഫുഡ് വേണ്ടി തപ്പെ പിടിച്ച് കൊണ്ടുവന്ന കഫേന്ന് പേരുണ്ടെങ്കിൽ ഇവിടെ നാടൻ ഫുഡാ ഉള്ളത്. ഒന്നും ബോധിപ്പിക്കാനില്ലല്ലോ നമുക്ക്. അടുത്തത് ഇനി എന്റെ അടുത്ത് പറഞ്ഞ മറ്റേ അമൃത അഭിരാമിയുടെ ആന്ന് പറഞ്ഞു. കുറച്ച് പിന്നെ OHF ദിലുവിന്റെ അടുത്ത് കൊണ്ടുപോയി. ഓരോരുത്തരുടെ അടുത്ത് കൊണ്ടുപോകുമ്പോൾ നമ്മളുടെ കഷ്ടപ്പാട് നമുക്കല്ലേ അറിയാം. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ എല്ലാം നാടൻ ഐറ്റംസ് ആണ്. ഇത് ചിക്കൻ കുത്തിപ്പൊരിച്ചത്, ഇങ്ങനെ ഫ്രൈഡ് ചിക്കൻ ഇങ്ങനെ ക്രഷ് ചെയ്തിട്ടൊരു സംഭവമാണ്. ഇത് പ്രോൺസ് ഷ്രിം ഡൈനാമൈറ്റ് അല്ല, ഷ്രിം ഫ്രൈഡ് ആണ്. പക്ഷേ ഒരു ഡൈനാമൈറ്റിൻ്റെ ഒരു മട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഷ്രിം ഫ്രൈഡ് എന്തോ ഷ്രിം റോസ്റ്റ് പോലെ എന്തോ സംഭവമാണ്. അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ആക്ച്വലി അത് കുഴപ്പമില്ലാന്നേ ഉള്ളൂ, ഒരു നാടൻ സംഭവമാണ്. ഇത് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പാൽക്കപ്പ, ചിക്കൻ പാൽക്കപ്പ. ഞാൻ ഫസ്റ്റ് ടൈമാണ് പാൽക്കപ്പ കഴിക്കുന്നത്. കുറേ റീൽസൊക്കെ കണ്ടിട്ട് ഞാൻ കഴിക്കണം എന്ന് വിചാരിച്ചിരുന്ന സംഭവം. ഉണ്ടാക്കി നോക്കണം എന്നാണ് വിചാരിച്ചിരുന്നത്. റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കണം, ഞാൻ ഉണ്ടാക്കി നോക്കണം എന്ന് എപ്പോഴും വിചാരിച്ചിരുന്ന സംഭവമാണ് പാൽക്കപ്പ. അപ്പം അതിങ്ങനെ തുറന്നപ്പോഴേ നല്ല തിളയ്ക്കുന്നുണ്ടായിരുന്നു ആ തേങ്ങാപ്പാല്. അപ്പം ഞാൻ വിചാരിച്ചിരുന്ന റെസ്റ്റോറൻറ്റിലൊക്കെ ഇങ്ങനെ ബീഫ് പാൽക്കപ്പ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ചിക്കൻ പാൽക്കപ്പ കണ്ടപ്പോഴത്തേക്ക് ഞാൻ ബീഫ് കഴിക്കാത്തതുകൊണ്ട് അവിടെ ബീഫും ഉണ്ടായിരുന്നു, ചിക്കനും ഉണ്ടായിരുന്നു. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ചിക്കൻ വലിയ ഗുണമില്ലായിരുന്നു, ഒരു ജീവനില്ലാത്ത ചിക്കനായിരുന്നു. എൻ്റെ പൊട്ട് മിസ്സിങ് ആയിപ്പോയി. സാരമില്ല, വേറെ സ്പെയർ പൊട്ട് സാധാരണ ബാഗിൽ ചിലപ്പുകളുണ്ടാവും, പക്ഷെ ഇന്നില്ല. കഴിച്ചു കഴിഞ്ഞാൽ ഇനിയും നമ്മൾ സബ്സ്ക്രൈബറിനെ മീറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ എത്തിക്കഴിഞ്ഞ് കാണാം കേട്ടോ. പുതിയ ഒരാളെ മീറ്റ് ചെയ്യുന്നതിൻ്റെ ഇച്ചിരി ടെൻഷനുണ്ട്. കുഴപ്പമൊന്നുമില്ല, മുല്ലയുടെ കൂടെ ഉണ്ടല്ലോ. പക്ഷെ എന്നാലും പൊട്ട് കാണാത്തോണ്ട് സുഖമില്ല. ഞാൻ ഡ്രസ് മറ്റേ ഫ്രോക്ക് ടൈപ്പൊക്കെ ആണെങ്കിൽ ഞാൻ പൊട്ട് വിടാറില്ല, പക്ഷെ ചുരിദാറായിട്ട് പൊട്ടില്ലാതൊരു സുഖമില്ല. ഇതാണ് അഞ്ജു ശരത്. അഞ്ജു ശരത്തിന് എന്നെ കണ്ടപ്പോഴുള്ള എക്സൈറ്റ്മെൻറ്റും സന്തോഷവും ഒക്കെ കണ്ടപ്പോഴത്തേക്കും ഞാനും ഭയങ്കര ഹാപ്പിയായി. എനിക്ക് നല്ല സന്തോഷമായി കേട്ടോ. അഞ്ജു ശരത്തിൻ്റെ എക്സൈറ്റ്മെൻറ്റും ഹാപ്പിനെസ്സും ഒക്കെ കണ്ടപ്പോൾ അതൊരു ഭയങ്കര ഹാപ്പിനെസ് ആയിരുന്നു, ഹാപ്പി മൊമെൻ്റ് ആയിരുന്നു അത്. പിന്നെ അവിടുന്ന് അവരോട് ഒരു 1 hour സംസാരിച്ചിരുന്ന് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി. പിന്നെ ഞങ്ങൾ അച്ഛനും അമ്മയും കാണാനാണ് പോകാമെന്ന് വിചാരിച്ചത്. ആദ്യം കയറിയത് ക്വാളിറ്റി ബേക്കേഴ്സിലാണ്. അച്ഛനും അമ്മയ്ക്കും കുറച്ച് സ്നാക്സ് ഒക്കെ മേടിക്കാമെന്ന് വിചാരിച്ചിട്ട് അവിടെ കയറി. ഇങ്ങനെ എല്ലാവരും ചോദിക്കും ഇത്രയും പ്രായക്കാർക്കാണോ സ്നാക്സ് ഒക്കെ മേടിച്ചുകൊണ്ടുവന്നു. പക്ഷേ അച്ഛനും അമ്മയ്ക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനത്തെ കറമുറ സ്നാക്സും സ്വീറ്റ്സും ഇങ്ങനത്തെ പഫ്സ് കട്ട്ലറ്റ് അതൊക്കെ കഴിക്കുന്നു കേട്ടോ. 2 പേർക്കും നല്ല ഇഷ്ടമാണ് അതൊക്കെ. അതുകൊണ്ടാണ് ഞങ്ങൾ പോകുമ്പോഴൊക്കെ ഇങ്ങനത്തെ മേടിച്ചുകൊണ്ട് പോകുന്നത്. അല്ലാതെ എല്ലാവരും വിചാരിക്കും ഇത്രയും പ്രായമുള്ളവർക്ക് കുറേ പേര് ചോദിച്ചിട്ടുമുണ്ട്. നമ്മുടെ ട്രിപ്പിൻ്റെ അവസാന ഘട്ടത്തിലോട്ട് കടന്നിരിക്കുകയാണ്. അവസാന ഘട്ടം എന്ന് പറഞ്ഞ് ലാസ്റ്റ് സ്ഥലത്തോട്ടെത്തി. മുരളിയേട്ടൻ്റെ കാറിലോട്ട് നമ്മൾ പ്രവേശിക്കുകയാണ് അച്ഛൻ്റെ അമ്മയുടെ അടുത്ത്. ഇവിടെ
രാവിലെ തൊട്ട് വൈകിട്ട് വരെ 6:35 വന്ന് കയറിയത്. 6:35 ടൈം. അങ്ങനെ ഇന്നത്തെ ഫുൾ ഡേ ഔട്ടിങ് കഴിഞ്ഞു. ഇന്നത്തെ ഈ ആഴ്ച കുറച്ച് സന്തോഷം കിട്ടിയെന്ന് ചോദിച്ചാൽ കിട്ടി. ഈ അടുത്ത ആഴ്ച എങ്ങനെ പോകുമെന്ന് അറിഞ്ഞൂടാ. അപ്പോൾ നെക്സ്റ്റ് വീക്ക് ഞാൻ ഈ ഓരോ ഇന്നലത്തെയും ഇന്നത്തെയും പിന്നെ നെക്സ്റ്റ് വീക്ക് ഞാൻ നിങ്ങളിപ്പോൾ വീഡിയോ കാണുമ്പോൾ ഈ വീക്ക് കഴിഞ്ഞിരിക്കും. അപ്പോൾ ഇത്രയുള്ള വിശേഷം ഞാൻ എന്തൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ ഷെയർ ചെയ്യുക. നമുക്ക് ജസ്റ്റ് ടാറ്റ കാണിക്കാം. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.